യെസ്റ്റർഡേ ബിഗ് ബോസ് പ്ലസ് റിയാക്ട് ചെയ്യണം പ്ലീസ്. ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബിഗ് ബോസ് സീസൺ 6 ഇന്നലത്തെ, അതായത് വെള്ളിയാഴ്ചത്തെ പ്ലസ് എപ്പിസോഡ് റിയാക്ട് ചെയ്യാതിരിക്കാൻ പറ്റുമോ? ഇന്നലെ എന്ന് പറയുമ്പോൾ വെള്ളിയാഴ്ച അല്ല, 2 ദിവസം മുമ്പത്തെ. ഓക്കെ, അപ്പോ സംസാരിച്ചധികം സമയം കളയുന്നില്ല. നിങ്ങൾ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്ന ഒരാളാണെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ് അവർ ചാനൽ. നമുക്ക് നേരെ റിയാക്ഷനിലേക്ക് പോവാം. ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ ഫാൻസ് ഓൺ കോൺടെസ്റ്റ്. ഹോട്ട്സ്റ്റാറിന്റെ ഫാൻസ് ഓൺ കോൺടെസ്റ്റിൽ പൊങ്ങച്ചക്കാരനായ ഭർത്താവും അതുപോലെ തന്നെ ഇംഗ്ലീഷ് അറിയാതെ ഇംഗ്ലീഷിൽ സംസാരിക്കുന്ന ഭാര്യയായിട്ട് അവർ തെരഞ്ഞെടുത്തിരിക്കുന്നത് നമ്മുടെ ജാസ്മിനെയും അർജുനെയാണ്. അർജുനെയും ജാസ്മിനെയാണ്. ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഏഷ്യാനെറ്റിന്റെ പ്രേക്ഷകർക്ക് ശ്രീജുൻ കോംബോയിൽ താല്പര്യമില്ല. ഇംഗ്ലീഷ് പ്രയോഗിക്കുന്ന ഭാര്യയായും അഭിനയിക്കുക. താങ്ക് യു പ്രേക്ഷകരെ, താങ്ക് യു. വരൂ. Now I also. Yes. ഇപ്പൊ ബസർ അടിച്ചു, ജാസ്മിനും അർജുനും ക്യാരക്ടേഴ്സ് ആയിട്ട് മാറാണ്. അവരിത് എങ്ങനെ വീട്ടിലേക്ക് നടന്നു വരാം? ഇതെല്ലാം പണിക്കാരാണ്. അപ്പൊ അർജുൻ പറയുന്നത് വെച്ചാൽ ഈ വീട്ടിൽ എല്ലാവരും എന്റെ ജോലിക്കാരാണെന്നൊക്കെയാണ് അർജുൻ പറയണത്. 10 വർഷത്തേക്ക് 10 ലക്ഷം രൂപ. നന്ദനയുടെ സാലറി ആണ് 10 വർഷത്തേക്ക് 10 ലക്ഷം. എന്നിട്ട് പൈസയുടെ പണ്ട് കാലിരുന്ന് ഇരുത്തം വന്ന കലാകാരനായിരുന്നു. അത് ശരിയാ, നല്ല ഇരുത്തം വന്നതാ. Labours do not know English. അല്ല ജാസ്മിനെ, ഇത് കറക്റ്റ് ഇംഗ്ലീഷ് ആണല്ലോ. മുതലാളിയുടെ വേലക്കാരിന്റെ ആൾ മോഹവല്ലി. സായി, അത് വേണ്ട, എനിക്ക് ഇഷ്ടപ്പെടല്ലോ. നീ അതങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് രണ്ടാമത്തെ. രണ്ടാമത്തെയോ? ഓ, ആഫ്രിക്കക്കാരി. മറ്റേ ആഫ്രിക്കക്കാരി. നോ ബ്രോ. ഞാൻ ശ്രീധുവാണ് പേടിച്ച്. ഇല്ല, നീ ഇവിടെ കണ്ടിട്ടുണ്ടോ? No. ഇതിന്റെ കണ്ണില് ചെറിയൊരു പൊസസീവ്നെസ് കാണുന്നുണ്ടാ? ഏയ് ഇല്ല, എനിക്ക് തോന്നിയതായിരിക്കും. Okay, Jindo Chetan. Jindo Chetan. എന്റെ ജിൻഡോ ചേട്ടനെ പരിചയപ്പെടുത്താൻ പോവാണ്. മക്കൾക്കൊക്കെ സുഖല്ലേ? മകൾക്ക് എന്താ പഠിക്കണം എന്നൊക്കെ. ജിൻഡോ ചേട്ടാ, എന്താ തണക്കണുണ്ടാ? നാളെ കൊണ്ട് ചേർക്കുന്ന 10 ലക്ഷം രൂപ ഉണ്ട്. 1ാം ക്ലാസ്സിൽ കൊച്ചിനെ ചേർക്കാൻ 15 ലക്ഷം. എന്നിട്ടാടാ നീ ആ നന്ദനിക്ക് 10 വർഷത്തേക്ക് 10 ലക്ഷം രൂപ സാലറി കൊടുത്ത. ജാരസന്ധിയായിട്ട് നമ്മുടെ ഋഷി വന്നിട്ടാ. I don't know who is he. ജിൻഡോ ചേട്ടൻ ആളൊന്ന് മൈൻഡ് ചെയ്യാൻ വേണ്ടിട്ട് ഇവിടെ നിൽക്കും. ഇവിടെ കിട്ടണില്ല, അന്ന് അപ്പുറത്ത് പോയി നിൽക്കാൻ ജാസ്മിന്റെ അടുത്ത് പോയി നിൽക്കും. ഇവിടെ വളർന്ന് ചിരിച്ചൊക്കെ പോകുന്നു. ജാസ്മിൻ മൈൻഡ് ചെയ്യല്ല, ഒന്ന് മൈൻഡ് ചെയ്യ ജാസ്മിനെ. അച്ഛനാ? ആഹാ, അച്ഛൻ മതി. അർജുൻ എങ്ങനെയെങ്കിലും ഒരു സൈഡിൽ കൂടെ സ്റ്റോറി ഡെവലപ്പ് ചെയ്ത് കൊണ്ടുപോകാൻ നോക്കുമ്പോ സായി പറയാണ് ശ്രീധു ഇവന്റെ മോളാണെന്ന്. അർജുൻ ബി ലൈക്ക്, കഥ മാറ്റല്ലടാ പന്നി, ഞാൻ ഒരു സൈഡിൽ കൂടെ ഒന്ന് സെറ്റ് ആക്കി വരുമ്പോ നീ വേറെ കഥ ഉണ്ടാക്കണം. 1 ലക്ഷം രൂപ നോട്ടാണ് ഉണക്കായിട്ടിട്ടുണ്ട്. ഒന്ന് ഉണങ്ങി നോക്കിട്ടോ. 10 ലക്ഷത്തിന്റെ നോട്ടാ? എന്റെ പൊന്നു, ഇത് തള്ളല്ല, ഇത് വട്ടായതാ. ഇത് എടുത്തിട്ട് കടബാധ്യത തീർക്കുക. എത്രയാണ് നിന്റെ കടബാധ്യത? അതിപ്പോ അഭിഷേക് വന്നേക്കാണ് അർജുന് വിറ്റിട്ട് 1 കോടി. 1 കോടി? 1 കോടി രൂപ വാങ്ങാൻ. I am not your exchange offer. Okay, thank you. 10 രൂപയുടെ സാരി കൊടുത്ത് 1.5 കോടിയുടെ കടം തീർത്തിയ ജാസ്മിന് മുക്കി. എന്റെ പൊന്ന അഭിഷേക്, ജാസ്മിൻ ഇങ്ങനെ മുക്കണ്ടായിരുന്നു. ബ്യൂട്ടി സീക്രട്ട്. ആയിയൊക്കെ നമ്മുടെ ജാസ്മിനോട് ചോദിക്കുക, വാട്ട് ഇസ് ദ ബ്യൂട്ടി സീക്രട്ട്? അതിന്റെ ഇടയ്ക്ക് നിനക്കെന്താ അവിടെ പരിപാടി? My beauty secret is തലയിലൊക്കെ തുറന്നേ. ബൂട്ടി. ജാസ്മിന്റെ ബ്യൂട്ടി സീക്രട്ട് ഞാൻ പറഞ്ഞുതരാം. കുളിക്കാറില്ല. ഹിമാലയത്തിൽ കൊണ്ടുവന്ന വെള്ളമാണ് കുടിച്ചോളൂ. ഓ, ഹിമാലയത്തിൽ നിന്ന് കൊണ്ടുവന്ന വെള്ളം നമ്മുടെ കയ്യിലുണ്ടാ. ഹിമാലയൻ സ്പ്രിംഗ് വാട്ടർ. നിന്റെ മാത്രല്ല. നാട്ടു നൃത്യക്കാരിയാണ്. നമുക്ക് ഡാൻസ് കണ്ടാലോ? yeah, sure. നമുക്ക് ഇനി ഒത്തിരി നേരം നൃത്തം കാണാം. നന്ദന, ഒരു ഡാൻസ് കളിക്കൂ. He put his half chandi on the sofa. ഹാഫ് ചന്തിയാ? ഹാഫ് സാരി എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഇനി അങ്ങനെ വല്ല സാധനം കഴിക്കോടെ? Chandi on the sofa. കൈകളിലേന്തി ആയ്, നല്ല വെറുപ്പിക്കല്. ഒരു പാട്ട് കാച്ചു നോക്കൂ. സിജോ വലിയ പാട്ടുകാരനാണ്. സിജോന്റെ പാട്ടാ? ആ, കേക്കട്ടെ. Miss fire. Forest fire. കാട്ടുതീ, ഫോറസ്റ്റ് ഫയർ. ഇവ പാടി ഒരു കാട് വരെ കത്തിച്ചിട്ടുണ്ട്. അർജുൻ പറയാണ് സിജു ഒരു പാട്ട് പാടി കാട് വരെ കത്തിച്ചിട്ടുണ്ട്. Oh, really? സാറിന്റെ അപ്പൂപ്പനെ ഞാൻ നോക്കിയേ. യെസ്, എന്റെ അപ്പൂപ്പന് ശരശൽ. ജിൻഡോ എന്നുകൊണ്ട് പറയണേ സാറിന്റെ അപ്പൂപ്പനെ ഞാനാ നോക്കിയേ. അർജുൻ, നല്ല കാര്യം. ശരശയെ കിടന്നപ്പോഴല്ലേ? സാറിന്റെ ഭാര്യനെ ഞാൻ നോക്കിക്കോളാം. വേണമെങ്കിൽ സാറിന്റെ ഭാര്യയെ ഞാൻ നോക്കാം. No need. കൊള്ളാം, അത് കൊള്ളാട്ടാ, അത് നൈസ് സാധനമായിരുന്നു അവിടെ കമ്പനിയില്. Oh, really? Yes. Call boy. അതിനിപ്പൊ ഋഷിയുടെ ഒരു ഡാൻസ് കാണാന്ന് പറയാണ്. അപ്പൊ ജാസ്മിൻ പറയാണ് കോൾ ബോയാ ഋഷിയാ? Call boy? Call guy? Call guy. Call boy.
എന്റെ ഭാര്യ ഓർമ്മ വരുന്നത് Didino. ഡയലോഗ് അടിച്ചിരിക്കാണ്ട് നൃത്തം കാണിക്കി. പാട്ടുകാരന് ഹാരി വരുന്നുണ്ട്. നോറയാണ് എന്റെ പാട്ടുകാരൻ. ഋഷിയുടെ ഡാൻസിന് പിന്നെ ഇന്ന പാട്ടൊന്നുമില്ല. ഏത് പാട്ടിട്ടാലും ഋഷിയുടെ സ്റ്റെപ്പ് സെയിമാ. നോറ ഒരു കണ്ടംപററി പാട്ട്. കാഞ്ചാ പരരി. Oh, Parari. നോറയുടെ കണ്ടംപററി ഡാൻസ് ഉണ്ടാ. ഋഷി നീ അങ്ങോട്ടോടെ കേറി പോണ്. എടാ വൃത്തികെട്ടവനെ. സ്നേഹം കിട്ടും. യോ നിനക്ക് വേണ സ്നേഹം ഇപ്പൊ കിട്ടും. നോറ ഒരു പാട്ട് പാടാൻ താല്പര്യമുണ്ടോ? അർജുന് നോറേനെ പേടിയാ. നോറ ഒരു പാട്ട് പാടാൻ പറ്റുമോ നിനക്ക്? എന്നൊക്കെ അനുവാദം ചോദിച്ചിട്ടാണ് സെർവന്റിനോട് കാര്യം ചോദിക്കുന്നത്. ഗായ്സ് ലിസൺ, ഞങ്ങൾ ലവ് സ്റ്റോറി പറയാം. മോൺസ്റ്റർ ആയി പോയില്ലേ, പേടിച്ചേ പറ്റൂ. ആസു അവിടെ അണ്ടി ഫാക്ടറിയിൽ അണ്ടി കൊത്താൻ നിൽക്കുവായിരുന്നു. ഞാൻ അർജുൻ പറയാണ് ജാസ്മിൻ അർജുൻ ലവ് സ്റ്റോറി സ്റ്റാർട്ട് ചെയ്ത് എങ്ങനെയാണെന്നറിയോ? അണ്ടി ആപ്പീസിൽ അണ്ടി തല്ലി നിന്നപ്പോഴാണ് ജാസ്മിനെ കണ്ടത്. അപ്പൊ തന്നെ ബോംബെ പൂട വാങ്ങിച്ചു കൊടുത്ത് സെറ്റ് ആക്കിയിരുന്നു. സർ ആ അണ്ടി ആപ്പീസിന്റെ ഓണറാണ് ഞാൻ. ജിൻഡോ അതിന്റെ ഇടയ്ക്ക് ആ അണ്ടി ആപ്പീസ് എന്റെ ആയിരുന്നു. അണ്ടി ജിൻജോ നല്ല സ്റ്റാൻഡേർഡ് ജോക്സ് കാണണമെങ്കിൽ നമുക്ക് ബിഗ് ബോസ് കാണണം. അണ്ടി ജിൻഡോ അണ്ടി ആപ്പീസ്. എനിക്കുള്ള ഇംഗ്ലീഷ് സോങ് വേണമെങ്കിൽ മലയാളം സോങ് ഇങ്ങനെ പാടാൻ വിചാരിച്ചു. നോറ ഞാനൊരു മലയാളം പാട്ട് പാടാന്നാണ് വിചാരിച്ചത്. അയ്യോ മലയാളം പറ്റില്ല മോളെ, മലയാളം പറ്റില്ല, ഇംഗ്ലീഷ് മതി. No, we are like very high standards, you know. ആഹാ നോറയുടെ സോങ് ഇംഗ്ലീഷാ. Push and pull like a magnet too. Now I'm in love with your body. ബോഡിയാ? ആരുടെ ബോഡി? I'm in love with the shape of you. ഷേപ്പ് ഓഫ് യു. അർജുന്റെ ഷേപ്പാ. അവൻ എന്ത് ഷേപ്പ്? ശ്രീതു ഇലിയാനയുടെ ബെല്ലി ഡാൻസ് കാണുന്നത് കാണാൻ. എന്ത് പറഞ്ഞാലും ആ ആഗ്രഹം വേണ്ട. ഞങ്ങളുടെ ആഗ്രഹം. ശരിയോ? These guys are not good. ബെല്ലി ഡാൻസ് കളിച്ചവന്മാരൊക്കെ കാണില്ലേ? ആഗ്രഹം വേണ്ട, ആഗ്രഹം വേണ്ട, മാച്ചോളാം. Okay, don't pockle your t-shirt, okay? ടീഷർട്ട് എങ്ങാനും പൊക്കിയാണ്ടില്ല. That Abhishek is the big hen in this house. ശ്രീതു Abhishek, close Na your na mouth. na na. Also side. Na 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 na. Put some. Na 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 na. Na na. Na na. Mano. ഇനി തട്ടോട്ട പെൺകുട്ടീനെ ഒരുപാട് അങ്ങോട്ട് സൂം ചെയ്യണ്ട. Oh Hari. പോടെന്ന് എനിക്ക് നാണോ. അടിച്ചോണ്ട് വളരെ. ആ പട്ടി സായി വിടടാ എന്റെ ശ്രീതുനെ. അവൻ തട്ടിക്കൊണ്ടു പോവാൻ നോക്കണ്. Like മോണാക്ട് ചെയ്യുമെന്ന് കേട്ടിട്ടുണ്ട് സിജോ. അടുത്ത നമ്മുടെ സിജോന്റെ മോണാക്ട് ആണ്. നമുക്ക് മോണാക്ട് കണ്ടിട്ട് വരാം. ഇതെന്ത് മോണാക്ട്? വെരി ഗുഡ്, വെരി ഗുഡ്. നല്ലതാ നല്ലതാ, സൂപ്പർ. ബസർ അടിച്ചു. ഭാഗ്യം വെറുപ്പിയിലാണ്ടല്ലേ. നീ എന്താ യോ പെങ്ങളൂട്ടി ആങ്ങളൂട്ടി, എന്താ സ്നേഹം. ഇപ്പൊ അങ്ങനെ തന്നെയാണ് കേട്ടോ. ആരാ? പെങ്ങൾ തങ്കച്ചി പാസം തലക്ക് പിടിച്ചു കഴിഞ്ഞാ ഇങ്ങനെ ഉണ്ടാവോ? മേശക്ക് നമുക്ക് ആപ്പിൾ അടിക്കാം. നിക്ക്. യോ പെങ്ങളൂട്ടിക്ക് ആപ്പിൾ മുറിച്ചു കൊടുക്കാന്ന്. ഇതെന്തരേ നിങ്ങൾ തുണി വെക്കുന്ന സ്ഥലം അത് ആപ്പിൾ വെക്കുന്ന സ്ഥലമാ? കട്ടലിന്റെ അടി. സായി എന്തോ പറയണ്ടിട്ടാ. നോക്കിട്ട് ഓ നമ്മുടെ നോറയുടെ ഓട്ടത്തിനെ കളിയാക്ക. നോറേനെ സായി വിളിക്കുന്നത് ഇപ്പൊ മോൺസ്റ്റർ എന്നാ. അറിയില്ല നിങ്ങക്ക്? ജിൻഡോന്റെ ചിരിയോക്ക്. കാലണിങ്ങും നിന്നോട്. അപ്പൊ ഈ ടാസ്ക് മറ്റേ ബാഗ് ഇട്ടിട്ട് ഓടണ ടാസ്കില് നോറ ഓടിയത് ഇങ്ങനെ സ്കൂൾ പിള്ളേരെ ഓടണ പോലെ നിന്നവിടുത്ത് തന്നെ ഇങ്ങനെ ഓടിയെന്ന് പറഞ്ഞിട്ട് സായി ഇങ്ങനെ തന്നെ ഇരുന്ന് ചിരിക്കുക. ഇത് ഇത്ര വലിയ തമാശയാണോടെ? നടന്നു പോകുന്നതിൽ ഒരു ചിരി. ഇത്ര ദിവസം എനിക്ക് ഇതൊന്നും ചിരി ചെയ്തു. നോറ വി ലൈക്ക്. സായി നിന്റെ നോട്ടം വല്ലാണ്ട് കൂടണ്ടിട്ടാ. വല്ലാണ്ട് നോക്കണ്ട നീ എന്നെ. ഓ അങ്ങനെ. നോറ പുല്ല് ചിരിപ്പിക്കലടാ, ഞാൻ മോൺസ്റ്ററാ. ആ പെർസ്പെക്റ്റീവ് ഓക്കെ ഫൈൻ അക്സെപ്റ്റഡ്. നോറ വി ലൈക്ക്. ചിരിക്കാൻ നീ എന്താ മോയന്താ? എന്താ ജിൻഡോ. ഇനി കുറച്ചു നേരം നമുക്ക് ജിൻഡോന്റെ കണ്ണട വെച്ചുള്ള പട്ടി ഷോ കാണാം. ദേ ജിൻഡപ്പൻ ലാലേട്ടന്റെ പരസ്യമൊക്കെ വായിച്ച് പഠിക്കുന്നു. ഡേ മോഹൻലാല് ദൈവമായോടെ തൊട്ടൊക്കെ മുത്തുണ്ടല്ലോ. ഇതൊക്കെ ഇത്തിരി ഓവറല്ലേ ജിൻഡപ്പ?
ദേ കുളിച്ചൊരിഞ്ഞ് എങ്ങോട്ട് പോണ ഷൂ ഒക്കെ ഇട്ട് കല്യാണം ഉണ്ടാ? നമസ്കാരം വാക്കോടക്കമാണ്. പാവം ജിൻഡു, ആരും മൈൻഡ് ചെയ്യുള്ള റാമ്പ് വാക്കൊക്കെ നടക്കാന്ന് പറയാം എല്ലാവരും. താൻ അവിടെ എന്തെങ്കിലും കാണിക്കും, ഞങ്ങൾ മൈൻഡ് ചെയ്യില്ലടോ തന്നെ. ലാലേട്ടൻ ജിൻഡോനെ കണ്ണട വെച്ചപ്പോ ഇത്തിരി ലുക്ക് കൂടിയിട്ടുണ്ടല്ലേ? നിങ്ങക്ക് തോന്നിയില്ലേ? നോറ ഇംപ്രസ്ഡ് ആയി നോറ ഇംപ്രസ് ആയി എന്ന്. ശരിക്കും നോറയുടെ മുഖം കണ്ടാ അറിയാം, ഇംപ്രസ്ഡ്. എവിടെയായിരുന്നു ഇത്രയും കാലം? ഈ സൗന്ദര്യം എവിടെ ഒളിപ്പിച്ചു വെച്ച് നോറ ബിയിലേക്ക് ഒന്ന് പോയടപ്പിച്ചൊക്കെ മനുഷ്യനെ ചിരിപ്പിക്കല്ലേ ചോദിക്കുന്നു? നോറയുടെ നന്ദന നോ, ആ ടോൺ ഇവിടെയല്ല, അത് വേറെ സ്ഥലത്താ. എന്റെ സന്തോഷം എന്താന്ന് എനിക്ക് പറയാൻ പറ്റടാ. വേറെ ലെവലാ. എന്താ ലെവല് ജിൻഡ പറ, ഞാൻ കേക്കാം. ഇതെന്താ ഷാറൂഖ് ഖാനോ? സായി ഇതെന്തുവാടെ ഷാറൂഖ് ഖാൻ? ഇത് കഴിഞ്ഞില്ല ഇതുവരെ. നന്ദിട്ട് ലാലേട്ടാ, എനിക്കിത് ജിൻഡപ്പാ മതിയടേ, മതി. കണ്ണട കിട്ടി, നന്ദി പറഞ്ഞു, കഴിഞ്ഞു. ഓക്കെ. കാതൽ മണം, നോറയ്ക്ക് കാതൽ മണം. നോറ കഴിഞ്ഞാൽ ക്യാമറ നോക്കി സംസാരിക്കുന്നത് ആര്? നോറ ഒന്ന് പോയടെ ചിരിപ്പിക്കാണ്ട്. ക്യാമറകളോട് സംസാരിക്കും. നോറ ഒറ്റയ്ക്കേട്ട കളി. അത്രയും പേരവിടെ ഗ്യാങ് ആയിട്ടിരിക്കുമ്പോ ഒറ്റയ്ക്ക് വന്നവരടാ മോൺസ്റ്റർ. നോറയുടെ വിചാരം ഇങ്ങനെ മാറിയിരിക്കുമ്പോ നോറയ്ക്ക് ഭയങ്കര സപ്പോർട്ടാണ്. എന്തായാലും ഇന്നത്തെ എപ്പിസോഡിൽ അറിയാലോ സപ്പോർട്ട്. അങ്ങനെ എല്ലാരും അങ്ങനെ അവിടെ ഇരുന്നപ്പോ ബെല്ലടിച്ചു. ഇപ്പൊ എന്തോ കാര്യം നമ്മുടെ സ്റ്റോർ റൂമിൽ വന്നിട്ടുണ്ടാണ്. ഓടിപ്പോയി നോക്കി പോണ്ടടാ, ചിക്കൻ ബിരിയാണി, ബീഫ് കറി. എന്തുവാടെ ഇത്ര ഫുഡൊക്കെ കൊടുക്കണവർക്ക്? കണ്ടിരിക്കണവരെ കൊതിപ്പിക്കാൻ വേണ്ടിട്ട് ഓരോ സാധനം കൊടുക്കണവർക്ക്. ജിന്റെ ചേട്ടാ, ആ പ്ലേറ്റിൽ ഇനി ചോറിടണ്ടേ? കറി മാത്രമുള്ളൂ ഇത്, വേറെ ആർക്കും കൊടുക്കണ്ടത്. അങ്ങനെ അവരത് ആസ്വദിച്ച് കഴിക്കുന്നത് നമുക്ക് ഇവിടെ നോക്കിയിരിക്കാം. എല്ലാത്തിനും നല്ല ആർത്തി, കാരണം കുറെ നാളെ ഫുഡ് കിട്ടാണ്ടിരുന്നിട്ട്. കഴുകി ഇവിടെ ഡെയിലി ഫുഡ് കിട്ടണം, നമുക്ക് വരെ അത് കണ്ടിട്ട് ആർത്തി തോന്നുന്നുണ്ട്. എന്തായാലും ഇത്രയൊക്കെയാണ് ഈ പ്ലസ് എപ്പിസോഡിൽ ഉണ്ടായത്. ഞാൻ ഓടിപ്പിടച്ച് ഒന്ന് റിയാക്ട് ചെയ്തതാണ്. ഇപ്പൊ സമയം 7:15. ഞാൻ ഇനി 7:15 ഷൂട്ട് ചെയ്ത സാധനം നൈറ്റ് 7:15. ഇനി 9 മണിക്ക് അടുത്ത എപ്പിസോഡ് വരും. വേഗം എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാൻ നോക്കാം. അപ്പൊ അടുത്തൊരു എപ്പിസോഡുമായിട്ട്, അടുത്ത പ്ലസ് എപ്പിസോഡിന്റെ റിയാക്ഷനുമായിട്ട് നമുക്ക് ചൊവ്വാഴ്ച കാണാം. അതുവരെ